ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ 8th ക്ലാസ് ഹിന്ദിയിലെ ഒന്നാമത്തെ കവിതയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. കവിതയുടെ പേരാണ് സ്വദേശ്. സ്വദേശ് എന്ന് പറഞ്ഞാൽ അപ്നാ ദേശ്, സ്വന്തം രാജ്യം, അല്ലെങ്കിൽ ജന്മനാട്, എൻ്റെ നാട്, എൻ്റെ രാജ്യം എന്നൊക്കെ പറയാം. ഈ കവിതയിൽ ദേശസ്നേഹം, സ്വാഭിമാനം, സ്വന്തം സംസ്കാരത്തോടുള്ള ബഹുമാനം എന്നിവ പ്രധാന ആശയങ്ങളാണ്. മനുഷ്യൻ തൻ്റെ ജന്മനാടിനു വേണ്ടി പോരാടണം, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണം. സ്വദേശം മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനെ സ്നേഹിക്കണം. ഇനി നമുക്ക് കവിത വായിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വ ഹൃദയ നഹി ഹെ പത്തർ ഹെ जिसमें स्वदेश का प्यार नहीं, जो जीवित जोश जगा न सका उस जीवन में कुछ सार नहीं. കവി എന്താണ് പറയുന്നത്? വ ഹൃദയ നഹി ഹെ പത്തർ ഹെ जिसमें स्वदेश का प्यार नहीं. किसी व्यक्ति के हृदय में स्वदेश से प्यार नहीं, अपने देश से प्यार नहीं, वो हृदय नहीं है, वो उसका हृदय पत्थर है എന്നാണ് കവി പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൽ തൻ്റെ രാജ്യത്തോട് സ്നേഹം ഇല്ലെങ്കിൽ, സ്നേഹവും ആദരവും ഇല്ലെങ്കിൽ, അവൻ്റെ ഹൃദയം കല്ലുപോലെയാണ്, കരിങ്കല്ല് പോലെയാണ്. അവൻ ഇമോഷൻലെസ് ആണ്, അതായത് അവന് ദയയില്ലാത്ത മനസ്സാണ് എന്നാണ് കവി പറയുന്നത്. സ്വദേശ് എന്ന് പറഞ്ഞാൽ അപ്നാ ദേശ്, തൻ്റെ രാജ്യം, ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, പത്തർ കല്ല്. जो जीवित जोश जगा न सका उस जीवन में कुछ सार नहीं. जो जीवित जोश जगा न सका, ജോഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. जो किसी व्यक्ति में जोश जगा न सका और खुद पर जोश जगा न सका, അതായത് തൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും ആവേശവും ഇല്ലാത്ത ഒരാളുടെ ജീവിതം വെറുതെയാണ്. തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്സാഹം, അതേപോലെ മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ അവൻ്റെ ജീവിതം വെറുതെയാണ്. തൻ്റെ രാജ്യത്ത് ജീവിക്കാനുള്ള ആവേശവും ഏത് കഷ്ടപ്പാടിലും മുന്നോട്ട് പോകാനുള്ള ശക്തി അല്ലെങ്കിൽ ധൈര്യവും തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള പ്രേരണയും ഇല്ലെങ്കിൽ ആ ജീവിതം വ്യർത്ഥമാണെന്നാണ് കവി പറയുന്നത്. ഉസ് ജീവൻ മേ കുച്ച് സാർ നഹി. സാർ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല, ആ ജീവിതത്തിനൊരു അർത്ഥമില്ല. ഉസ് ജീവൻ കാ കോയി സാർ നഹി ഹെ, അല്ലെങ്കിൽ ആ ജീവിതത്തിനൊരു മൂല്യവുമില്ല, ഒരു മഹത്വവുമില്ല. इन पंक्तियों में कवि देशभक्ति की भावना को उजागर करते हुए कहते हैं कि जिसके हृदय में अपने देश के लिए प्रेम नहीं है वह दिल नहीं पत्थर है, और अगर कोई अपने जीवन में स्वदेश के लिए जोश नहीं जगा सका तो उसका जीवन व्यर्थ है, अर्थात जीवन का कोई अर्थ नहीं है. ഈ കവിതയിൽ കവി ദേശസ്നേഹത്തെ, ആ ഭാവനയാണ്, ആ വികാരത്തെയാണ് തുറന്നു കാട്ടിയിരിക്കുന്നത്. ഉജാഗർ കർണ എന്ന് പറഞ്ഞാൽ തുറന്നു കാട്ടുക. ജിസ്കെ ഹൃദയമേ അപ്നെ ദേശ് കെ ലിയേ പ്രേം നഹി ഹെ, ആരുടെ മനസ്സിലാണോ, ഹൃദയത്തിലാണോ തൻ്റെ രാജ്യത്തിനു വേണ്ടി സ്നേഹമില്ലാത്തത്, വ ദിൽ നഹി പത്തർ ഹെ, അത് ഹൃദയമല്ല, ഒരു കല്ലാണ്. അഗർ കോയി അപ്നെ ജീവൻ മേ സ്വദേശ് കെ ലിയേ ജോഷ് നഹി ജഗാ സകാ തോ ഉസ്കാ ജീവൻ വ്യർത്ഥ ഹെ, തൻ്റെ സ്വദേശത്തിന് വേണ്ടി, തൻ്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ ഉത്സാഹമില്ലെങ്കിൽ, ആ ആവേശമില്ലെങ്കിൽ അവൻ്റെ ജീവിതം വ്യർത്ഥമാണ്, അതിനൊരു മൂല്യവുമില്ല. അർത്ഥാത് ജീവൻ കാ കോയി അർത്ഥ നഹി ഹെ, ജീവിതത്തിനൊരു അർത്ഥവുമില്ല. ജോ ചൽ ന സകാ സംസാർ സംഗ് ഉസ്കാ ഹോത്ത സംസാർ നഹി, ജിസ്നെ സാഹസ് കോ ചോട് ദിയ വഹ പഹുഞ്ച് സകേഗാ പാർ നഹി. ജോ ചൽ ന സക സംസാർ സംഗ്, സംസാർ സംഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കൂടെ, ഉസ്കാ ഹോത്ത സംസാർ നഹി. കവി പറയുന്നു ജോ ചൽ ന സക സംസാർ സംഗ്, ജോ സംസാർ കെ സാത്ത്, ദുനിയ കെ സാത്ത് നഹി ചൽ സക്താ ഹെ वो उसका संसार नहीं है, ये दुनिया उसका नहीं है. जिसने साहस को छोड़ दिया वो पहुंच सकेगा पार नहीं. जो साहस को छोड़ देता है वो പാർ നഹി പहुंच सकता है എന്ന് പറഞ്ഞാൽ എന്താണ്? കവി പറയുകയാണ്, ഒരു വ്യക്തി
ഈ ലോകത്തോടൊപ്പം, അതായത് സമയത്തിനും സമൂഹത്തിനുമൊപ്പം മുന്നോട്ട് പോകുന്നില്ല, ഈ മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നില്ല, മാറുന്ന ലോകത്തോടൊപ്പം മുന്നോട്ട് പോകുന്നില്ല, ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാകില്ല. ഉസ്കാ ഹോത്ത സൻസാർ നഹി, ഈ ലോകം അദ്ദേഹത്തിൻ്റേതല്ല, ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാകില്ല. ഈ ലോകത്തോടൊപ്പം സമൂഹത്തോടൊപ്പം മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് കവി പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ ആ വ്യക്തി ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, അദ്ദേഹം ഒരു വ്യത്യസ്തനായി മാറും എന്നാണ് പറയുന്നത്. ജിസ്നെ സാഹസ് കോ ചോട് ദിയ വഹ് പഹുഞ്ച് സകേഗ പാർ നഹി. അതേപോലെ ജിസ്നെ സാഹസ് കോ ചോട് ദിയ, സാഹസ് എന്ന് പറഞ്ഞാൽ ധീരത അല്ലെങ്കിൽ ധൈര്യം. ഏത് സാഹചര്യത്തിലും നമ്മൾ ധൈര്യം കൈവെടിയരുത്. ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടു കൂടി ഏത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയില്ല. പഹോഞ്ച് സക്കേഗ പാർ നഹി, പാർ എന്ന് പറഞ്ഞാൽ മറുകരയിൽ എത്തിച്ചേരില്ല, അതായത് ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. ധൈര്യത്തോടു കൂടി ഏത് കഷ്ടപ്പാടിനെയും ഏത് പ്രതിസന്ധിയെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ, നമ്മുടെ വിജയത്തിൽ എത്തിച്ചേരില്ല. പഹുഞ്ച് സക്കേഗ പാർ നഹി, ആ സാഹസ് ഒഴിവാക്കിയാൽ, ധൈര്യം ഒഴിവാക്കിയാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പാർ, നദിക്ക് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയുടെ മറുകര. അതേപോലെ ജീവിതത്തിൻ്റെ മറുകരയിൽ, അതായത് കഷ്ടപ്പാടിൽ നിന്ന് നന്മയിലേക്ക്, നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ധൈര്യത്തോടുകൂടി ധീരതയോടുകൂടി മുന്നോട്ട് പോകണം. कवि का कहना है कि जो व्यक्ति अपने देश के साथ नहीं जुड़ता उसका कोई सामाजिक मूल्य नहीं होता. ദേശ് കെ സാത്ത് നഹി ജുഡ്ത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് ചേർന്നുകൊണ്ട്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, മാറ്റത്തിനനുസരിച്ച് ഒരുമിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഉസ്കാ കോയി സാമാജിക് മൂല്യ നഹി ഹോത്ത, അദ്ദേഹത്തിന് ഒരു സാമൂഹിക വാല്യൂവും ഉണ്ടാകില്ല. जो व्यक्ति साहस को त्याग देता है वह कभी जीवन में अपने लक्ष्य प्राप्त नहीं कर सकता. ഏത് വ്യക്തിയാണോ തൻ്റെ ധൈര്യം കൈവെടിയുന്നത്, അല്ലെങ്കിൽ ധീരതയില്ലാത്ത വ്യക്തി, സാഹസ് കോ ത്യാഗ് ദേത്ത എന്ന് പറഞ്ഞാൽ സാഹസ് ഒഴിവാക്കുന്ന, ധീരത ഒഴിവാക്കുന്ന വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. അതാ ദേശ് സേവാ കെ ലിയെ സാഹസ് ഓർ സമർപ്പൺ ജറൂരി ഹെ. ദേശ് സേവാ കെ ലിയെ, രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ധൈര്യവും പിന്നെ അർപ്പണബോധവും ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. പാർ എന്ന് പറയുന്നത് ലക്ഷ്യം അല്ലെങ്കിൽ സഫലത, വിജയം. ജിസ്സെ ന ജാതി ഉദ്ധാർ ഹുവാ ഹോഗാ ഉസ്കാ ഉദ്ധാർ നഹി, ജോ ഭരാ നഹി ഹെ ഭാവോं से ബഹത്തി ജിസ്മെ രസ് ധാർ നഹി. ജിസ്സെ ന ജാതി ഉദ്ധാർ ഹുവ, ജാതി ഉദ്ധാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി എന്ന് പറയുന്നത് മനുഷ്യജാതിയുടെ ഉന്നമനം, ജാതി ഉദ്ധാർ എന്ന് പറഞ്ഞാൽ ഉന്നമനം, സമൂഹത്തിൻ്റെ ഉന്നമനം, സമൂഹത്തെ നവീകരിക്കുക. അപ്പം ഹോഗ ഉസ്ക ഉദ്ധാരണ, ഈ സമൂഹത്തെ നവീകരിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ, ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹവും ഉയരത്തിൽ എത്തിച്ചേരില്ല. ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി, അതായത് കഷ്ടപ്പാട്, നിന്ദ, ദുഃഖം ഇവയിൽ നിന്നൊക്കെ സമൂഹത്തെ മുക്തരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയും ഒരിക്കലും ഉന്നതിയിൽ എത്തിച്ചേരില്ല, ഉയർച്ചയിൽ അല്ലെങ്കിൽ വിജയത്തിൽ എത്തിച്ചേരില്ല എന്നാണ് കവി പറയുന്നത്. ജോ ഭരാ നഹി ഹേ ഭാവോं से ബഹത്തി ജിസ്മെ രസ് ധാർ നഹി. ഏത് വ്യക്തിയുടെ മനസ്സിലാണോ വികാരമില്ലാത്തത്, ഭാവോംസെ ഭരാ നഹി ഭാവോംസെ, ഭാവങ്ങൾ കൊണ്ട് നിറയാത്തത്, അതായത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിറഞ്ഞു നിൽക്കാത്തത്, ഏത് വ്യക്തിയുടെ മനസ്സിലാണോ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് നിറഞ്ഞു നിൽക്കാത്തത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദേശഭക്തി എന്ന വികാരമില്ല, രാജ്യത്തോടും സ്നേഹമില്ല, അദ്ദേഹം
ഇമോഷൻലെസ്സാണ്, നിഷ്ഠൂരനാണ്. രസദാർ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും പിന്നെ സ്നേഹത്തിൻ്റെയും ഒഴുക്ക്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ ഒഴുക്ക്. ധാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുക്ക്. രസദാർ ബഹത്തി ജിസ്മേ രസദാർ നെഹി, അദ്ദേഹത്തിൽ ഈ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അത് ഒഴുകുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് കല്ല് പോലെ ഉറച്ചതാണ്. ആ മനസ്സിൽ സ്നേഹമോ സന്തോഷമോ ഒന്നും ഉണ്ടാകില്ല. വ ഹൃദയ നഹി ഹെ പത്തർ ഹെ ജിസ്മേ സ്വദേശ് കാ പ്യാർ നഹി, സ്വന്തം രാജ്യത്തോട് സ്നേഹമില്ലാത്ത മനസ്സ്, ആ മനസ്സ്, ആ ഹൃദയം, അത് ഹൃദയമല്ല, അത് കല്ലാണ്, കരിങ്കല്ലാണ്. ഇവിടെ ജാതി ഉദ്ധാർ എന്ന് പറഞ്ഞാൽ സാമാജിക ഉദ്ധാൻ, അതായത് സമൂഹത്തെ കഷ്ടപ്പാടിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ഒക്കെ രക്ഷിക്കുക, മുക്തരാക്കുക, അതാണ് സാമാജിക ഉദ്ധാൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ജാതി ഉദ്ധാർ, മനുഷ്യജാതിയുടെ ഉന്നമനം. പിന്നെ ഭാവ് എന്ന് പറഞ്ഞാൽ ഭാവന. രസദാർ എന്ന് പറഞ്ഞാൽ സംവേദനാക്കി ധാര, അതായത് മറ്റുള്ളവരുടെ ദുഃഖവും വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കാനുള്ള ആ കഴിവ്. कवि कहते हैं कि जो व्यक्ति अपने समाज या जाति का उद्धार नहीं कर सकता वह स्वयं भी कभी उन्नति नहीं कर सकता. जो हृदय भावनाओं से रहित है, जिसमें संवेदना नहीं बहती, वह निष्ठुर है और देशभक्ति जैसी कोमल भावना उसमें नहीं हो सकती. वह हृदय पत्थर समान है जिसमें स्वदेश के प्रति प्रेम न हो. അപ്പോൾ കവി എന്താണ് പറയുന്നത്? ജോ വ്യക്തി അപ്പനെ സമാജ് യാ ജാതി കാ ഉദ്ധാർ നഹി കർ സക്ത, തൻ്റെ സമൂഹത്തിൻ്റെ, തൻ്റെ മനുഷ്യജാതിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. വ സ്വയം ബി കബി ഉന്നതി നഹി കർ സക്ത, ആ വ്യക്തി സ്വയവും ഉയർച്ചയിൽ എത്തിച്ചേരില്ല. ജോ ഹൃദയ ഭാവനവും സേ രഹിത് ഹെ, ഏത് വ്യക്തിയുടെ മനസ്സിലാണോ ദയയില്ലാത്തത്, ജിസ്മേ സംവേദന നഹി ബഹത്തി വ നിഷ്ഠൂർ ഹെ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ആ കഴിവില്ലാത്തത്, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദേശത്തോട്, രാജ്യത്തോട് സ്നേഹവും ഉണ്ടാകില്ല. വ ഹൃദയ പത്തർ സമാൻ ഹെ ജിസ്മേ സ്വദേശ് കെ പ്രതി പ്രേം ന ഹോ, ആ വ്യക്തിയുടെ മനസ്സ് കല്ല് പോലെ ഉറച്ചതാണ്, ആ മനസ്സിൽ സ്നേഹമോ പിന്നെ സന്തോഷമോ ഒന്നും ഉണ്ടാകില്ല. जिसकी मिट्टी में उगे बड़े पाया जिसमें दाना पानी है माता पिता बंधु जिसमें हम है जिसके राजा रानी. जिसकी मिट्टी में उगे बड़े, ഏത് മണ്ണിലാണോ ഉഗെ എന്ന് പറഞ്ഞാൽ എന്താ? ഉഗ്ന എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നാണ് അർത്ഥം. ഇവിടെ അർത്ഥമാക്കുന്നത് ജനിച്ചത് ബഡെ വളർന്നത്. ഏത് മണ്ണിലാണോ ജനിച്ചത് വളർന്നത്, പായ ജിസ്മേ ദാനാ പാനി, പായ എന്ന് പറഞ്ഞാൽ കിട്ടിയത്, ജിസ്മേ ഏത് മണ്ണിൽ നിന്നാണോ കിട്ടിയത്, ദാനാ പാനി എന്ന് പറഞ്ഞാൽ ഭോജന ഓർ പാനി, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും, കുടിക്കാനുള്ള വെള്ളവും ഇതെല്ലാം കിട്ടിയത്. ഹേ മാതാ പിതാ ബന്ധു ജിസ്മേ ഹം ഹേ ജിസ്കെ രാജാ റാണി, ഹേ മാതാ പിതാ ബന്ധു ജിസ്മേ, ഏത് മണ്ണിലാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത്, ബന്ധു അതായത് ബന്ധുക്കൾ, റിഷ്തേദാർ, കുടുംബക്കാർ, ഇവരെല്ലാം ഉള്ളത്. ഹം ഹേ ജിസ്കെ രാജാ റാണി, ആ മണ്ണിലെ രാജാക്കന്മാരും റാണിമാരുമാണ് നമ്മൾ. ഏത് മണ്ണിലാണോ നമ്മൾ ജനിച്ചത്, വളർന്ന് വലുതായത്, ഏത് മണ്ണാണോ നമുക്ക് കഴിക്കാനായിട്ട് ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നൽകുന്നത്, ഏത് മണ്ണിലാണോ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളുമെല്ലാം ജീവിക്കുന്നത്, ഈ മണ്ണിലെ രാജാക്കന്മാരും റാണിമാരുമാണ് നമ്മൾ. നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാരും റാണിമാരുമാണ്. നമ്മുടെ ഈ മണ്ണിനോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ദാനാപാനി എന്ന് പറഞ്ഞാൽ ഭോജൻ ഓർ പാനി, ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷണ സാധനങ്ങളും വെള്ളവും. ബന്ധുഭായി എന്ന് പറഞ്ഞാൽ ബാന്ധവ്, അതായത് ബന്ധുക്കൾ, റിഷ്തേദാർ. कवि अपनी मातृभूमि की महिमा का वर्णन करते हुए कहते हैं कि हम जिस मिट्टी में जन्मे, पले बढ़े और जिससे अन्न जल पाया, जहाँ हमारे माता पिता और परिवार रहते हैं, वही हमारा सच्चा देश है. उस देश की संस्कृति भी हमारी अपनी है और हम उस देश के राजा रानी अर्थात सबका इस पर समान अधिकार है.
കവി എന്താ പറയുന്നത്, കവി മാതൃഭൂമിക്ക് മഹിമ കാ വർണ്ണൻ करते हुए സ്വന്തം ഭൂമിയുടെ മഹിമ അതിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, ഹം ജിസ് മിട്ടിമേ ജന്മേ, നമ്മൾ ഏത് മണ്ണിലാണോ ജനിച്ചത്, വളർന്ന് വലുതായത്, നമുക്ക് ജിസസെ അന്ന ജൽ പായ, നമുക്ക് അന്നവും ജലവും ഒക്കെ ലഭിച്ചത്, ഹമാരെ മാതാപിതാ ഓർ പരിവാർ രഹത്തെ ഹെ, നമ്മുടെ മാതാപിതാക്കളും കുടുംബക്കാരും താമസിക്കുന്നത്, വഹി ഹമാര സച്ചാ ദേശ്, അതാണ് നമ്മുടെ ശരിയായ ദേശം. ഉസ് ദേശ് കി സംസ്കൃതി ബി ഹമാരി അപ്നി ഹെ ഓർ ഹം ഉസ് ദേശ് കെ രാജാ റാണി, ആ ദേശത്തിൻ്റെ സംസ്കാരവും നമ്മുടേതാണ്, ആ രാജ്യത്തെ രാജാക്കന്മാരും റാണിമാരുമാണ് നമ്മൾ. സബ്കാ ഇസ് പർ സമാൻ അധികാർ ഹെ, എല്ലാവർക്കും ഒരേപോലെയുള്ള അധികാരമാണ് ഉള്ളത് ഈ ഭൂമിയിൽ. जिसने की खजाने खोले हैं नवरत्न दिए हैं लासानी, जिस पर ज्ञानी भी मरते हैं जिस पर है दुनिया दीवानी. जिसने की खजाने खोले हैं, ജിസ്നെ കി ഖജാന, ഖജാന എന്ന് പറഞ്ഞാൽ എന്താണ്, നിധി തുറന്നിരിക്കുകയാണ്. ഈ മണ്ണിൽ നിധിയുണ്ട്, ഭൂമി നിധിയാണ് തുറന്നു തന്നിരിക്കുന്നത്. നവരത്ന ദിയേഹെ ലാസാനി, അമൂല്യമായ അതുല്യമായ നവരത്നങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ കവി എന്താണ് അർത്ഥമാക്കുന്നത്, ഈ ഭൂമി എത്ര വലിയ നിധിയാണ് നമുക്ക് തന്നിരിക്കുന്നത്, പ്രകൃതിയിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്, അതാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവുമൊക്കെ പ്രകൃതി നൽകുന്നു. പോഷകസമൃദ്ധമായ എല്ലാം നമ്മുടെ രാജ്യത്ത് നിന്ന് ലഭിക്കുന്നു. നവരത്നങ്ങൾ നൽകുന്നു, അതായത് ജ്ഞാനവും അറിവും, പിന്നെ എന്താ പറയുക, പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ, വെള്ളം, എല്ലാം നമുക്ക് നവരത്നങ്ങൾ പോലെയാണ് അല്ലേ. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നവരത്നങ്ങൾ പോലെയാണ്, മൂല്യമാണ്. നമുക്ക് സംസ്കാരവും കലയും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമ കൊണ്ട് ലോകത്തിലെ തന്നെ പണ്ഡിതന്മാരും ഇതിനെ പ്രശംസിക്കുന്നു, രാജ്യത്തെ പ്രശംസിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ജിസ്പർ ജ്ഞാനി ബി മർത്തേ, ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞാനി, പണ്ഡിതന്മാർ, അറിവുള്ളവർ, അവരും ഇതിനെ പ്രശംസിക്കുന്നു, ലോകത്തിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ മഹിമ പറയുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുന്നു. ജിസ്പർ ഹെ ദുനിയ ദീവാനി, അതായത് ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നു. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ലാസാനി എന്ന് പറഞ്ഞാൽ അനുപം, ജിസ്ക കോയി സാനി നഹോ, ജ്ഞാനി എന്ന് പറഞ്ഞാൽ വിദ്വാൻ, പണ്ഡിതന്മാർ, അറിവുള്ളവർ. ദീവാനി എന്ന് പറഞ്ഞാൽ ആകർഷിത് അല്ലെങ്കിൽ മോഹിത് ഹോന. കവി കഹത്തെ ഹെ കി ഹമാരാ ദേശ് ഏസാ ഹെ ജിസ്നെ ദുനിയാക്കോ മഹാൻ ഖജാനെ, അതായത് ഖജാന എന്ന് ഉദ്ദേശിക്കുന്നത് ജैसे സംസ്കൃതി, കല, ജ്ഞാൻ ഇവയെല്ലാം തന്നിട്ടുണ്ട്. ദിയേ ഹെ ഇസ്കി മഹാനത ऐसी है कि दुनिया के ज्ञानी तक इसकी प्रशंसा करते हैं. ഇതിൻ്റെ ഈ പ്രാധാന്യം കൊണ്ട് ലോകത്തിലെ പണ്ഡിതന്മാർ പോലും നമ്മുടെ രാജ്യത്തെ പ്രശംസിക്കുന്നു. और विश्व भर में इसकी पहचान है, ലോകം മുഴുവൻ അറിയപ്പെടുന്നു. उस पर है नहीं पसीजा जो क्या है वह भूखा बाहर नहीं निश्चित है निसंशय निश्चित है जान एक दिन जाने को. ഉസ് പർ ഹെ നഹി പസീജ, പസീജ അല്ലെങ്കിൽ പസീജന എന്ന് പറഞ്ഞാൽ ദയാസെ ആർദ്രോന, അതായത് ദയയുള്ള മനസ്സായിരിക്കുക, ഈ ഭൂമിയോട് ദയാലുവായിരിക്കുക, ദയയുള്ള മനസ്സായിരിക്കുക, ഇതുമായിട്ട് യോജിച്ച് പോവുക, നമ്മുടെ രാജ്യവുമായിട്ട് നമ്മുടെ ഭൂമിയുമായിട്ട് ഒത്തുചേർന്ന് പോവുക, അങ്ങനെയുള്ള മനസ്സുള്ള ആൾ അല്ലെങ്കിൽ വ ഭൂക്ക ഭാരഹെ, അതാ പറയുന്നത്, കവി പറയുന്നത് ആ വ്യക്തി ഭൂമിക്ക് ഭാരമാണ്. ഈ ഭൂമി എനിക്കെല്ലാം നൽകി അല്ലേ, എന്നിട്ടും ഈ മണ്ണിനോട് ഒരു സ്നേഹവുമില്ലെങ്കിൽ, ദയയുള്ള മനസ്സില്ലെങ്കിൽ ഞാനൊരു ഭാരം തന്നെയാണ്. അതായത് വ്യക്തി ഭൂമിക്ക് ഒരു ഭാരം തന്നെയാണ്. ഇത് സത്യമാണ്, ജീവൻ ഒരിക്കൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. കവി പറയുകയാണ്, നിശ്ചിത് ഹെ നിസ്സംശയം നിശ്ചിത്. നിസ്സംശയം എന്ന് പറഞ്ഞാൽ എന്താണ്, സംശയമില്ല, ബിനാ സന്ദേഹക്കെ, സംശയമില്ല, നിശ്ചിത് ഹെ അത് നിശ്ചയിച്ചിരിക്കുകയാണ്. ഹേ ജാൻ ഏക് ദിൻ ജാനേക്കോ, ഒരു ദിവസം ജീവൻ നഷ്ടപ്പെടുക തന്നെ ചെയ്യും, ജീവൻ ഒരിക്കൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്.
അപ്പോൾ ശരിയായ ജീവിതം എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കുക എന്നതാണ്. കവി कहते हैं कि जो अपने देश से भावनात्मक रूप से जुड़ा नहीं है उसके लिए उसका जीवन केवल पृथ्वी पर बोझ है. കവി എന്താണ് പറയുന്നത്? ആരാണോ തൻ്റെ രാജ്യത്തോട് വികാരപൂർണമായിട്ട്, അതായത് ദയോടുകൂടി യോജിച്ച് നിൽക്കാത്തത്, മനസ്സ് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാത്തത്, ഉസ്കെ ലിയെ ഉസ്ക ജീവൻ കേവൽ പൃഥ്വി പർ ബോജ് ഹെ, ആ വ്യക്തിയുടെ ജീവിതം ഭൂമിയിൽ ഒരു ഭാരം തന്നെയാണ്. മൃത്യു നിശ്ചിത് ഹെ, മരണം നിശ്ചിതമാണ്, അതായത് മരണം ഉറപ്പാണ്. ഹർ കിസിക്കോ ഏക് ദിൻ മർനാ ഹെ, ഓരോ വ്യക്തിക്കും ഒരു ദിവസം, ഏത് വ്യക്തിയാണെങ്കിലും ഒരു ദിവസം മരിക്കുക തന്നെ ചെയ്യും. പർ സച്ചാ ജീവൻ വഹി ഹെ ജോ ദേശ് കെ ലിയെ ജിയാ ജായെ, സച്ചാ ജീവൻ, ശരിയായ ജീവിതം അതാണ്, രാജ്യത്തിന് വേണ്ടി ജീവിക്കുക, അതാണ് ശരിയായ ജീവിതം. ഇവിടെ നിസ്സംശയം എന്ന് പറഞ്ഞാൽ ബിനാ സന്ദേഹയ്ക്ക്, സംശയമില്ല. നിശ്ചിത എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. പസീജന എന്ന് പറഞ്ഞാൽ ദയാസെ ആർദ്രഹോന, ദയുള്ള മനസ്സായിരിക്കുക, അല്ലെങ്കിൽ ജുഡാ ഹുവാ ഭാവ് എന്നും അർത്ഥമുണ്ട്. ഭൂമിയോട്, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാവം, യോജിച്ച് നിൽക്കുന്ന ഭാവം. ഹേ കാൽദീപ് ജൽതാ ഹർദം ജൽ ജാനാ ഹേ പർവാനോങ്കോ സബ് കുച്ച് ഹേ അപ്നെ ഹാത്തോ മേ ക്യാ തോപ്പ് നഹി തൽവാർ നഹി. കാൽദീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃത്വിക്ക് ജ്വാല, അതായത് മരണമാകുന്ന ആ തീനാളം. ഹർദം എപ്പോഴും. പർവാന എന്ന് പറഞ്ഞാൽ ശലഭങ്ങൾ അല്ലെങ്കിൽ പാറ്റ, ചെറിയ പ്രാണികളില്ലേ, പാറ്റ പറക്കുന്ന അതാണ് അർത്ഥമാക്കുന്നത്. സബ് കുച്ച് ഹേ അപ്നെ ഹാത്തോമേ ക്യാ തോപ്പ് നഹി തൽവാർ നഹി. തോപ്പ് എന്ന് പറഞ്ഞാൽ പീരങ്കി, തൽവാർ വാള്. അപ്പോൾ ഇവിടെ കവി എന്താണ് പറയുന്നത്? ഇവിടെ മരണത്തെ തീനാളമായിട്ടും പിന്നെ കത്തുന്ന തീനാളമായിട്ട് മരണത്തെ ഉപമിച്ചിരിക്കുന്നു. അതേപോലെ പർവാന എന്ന് പറയുന്നത് മനുഷ്യരെ കൊണ്ടാണ്. മനുഷ്യരെ ആ തീനാളത്തിലേക്ക് വീഴുന്ന ആ പാറ്റകളായിട്ട്, ആ പ്രാണികളായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു വിളക്ക് കത്തുമ്പോൾ ആ വിളക്കിൻ്റെ അടുത്തേക്ക് പ്രാണികൾ വന്ന് വീഴില്ലേ, അത് ചത്തുപോകില്ലേ, ആ പ്രാണികളായിട്ടാണ് ഇവിടെ മനുഷ്യരെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വരികളിൽ കവി മരണത്തെ ഒരു നാളമായി, ഒരു കത്തുന്ന വിളക്കായിട്ട് ഉപമിച്ചിരിക്കുന്നു. കത്തുന്ന വിളക്കിൻ്റെ തീനാളത്തിലേക്ക് പാറ്റകൾ വന്ന് വീഴുന്നു. അതേപോലെ ഒരു ദേശസ്നേഹി ഭയമില്ലാതെ കത്തുന്ന ദീപമാകുന്ന മരണത്തിലേക്ക് ചാടുന്നു എന്ന കവി ഉദ്ദേശിക്കുന്നത്. ദേശസ്നേഹി ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു, അതായത് സ്വന്തം ജീവൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ പക്കൽ എന്തൊക്കെയാണ്? പീരങ്കിയും വാളും ഉണ്ട്. ഇവിടെ പീരങ്കിയും വാളും എന്ന് പറയുന്നത് തോപ്പ് നഹി തൽവാർ നഹി. തോപ്പ് എന്ന് പറഞ്ഞാൽ പീരങ്കി, തൽവാർ വാൾ. അപ്പോൾ ഇതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. പീരങ്കിയും വാളും എന്ന് പറയുന്നത് ശക്തിയും ധൈര്യവും ത്യാഗവും ജീവൻ സമർപ്പിക്കാനുള്ള മനസ്സും ഉണ്ട്. അതാണ് ഇവിടെ ഈ ആയുധങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയമില്ലാതെ സ്വയം രാജ്യത്തിന് വേണ്ടി പോരാടണം. ഏത് മനുഷ്യനാണോ തൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തോട് സ്നേഹമില്ലാത്തത്, അവൻ്റെ ജീവിതം വ്യർത്ഥമാണ്, വെറുതെയാണ്. അവൻ്റെ ഹൃദയം ഉറച്ച കരിങ്കല്ല് പോലെയാണ്. വ ഹൃദയ നഹി ഹെ പത്തർ ഹെ ജിസ്മേ സ്വദേശ് കാ പ്യാർ നഹി. ദയയില്ലാത്ത, കരുണയില്ലാത്ത മനസ്സുള്ള ആളുടെ ഹൃദയം, രാജ്യത്തോട് സ്നേഹമില്ലാത്ത ആളുടെ ഹൃദയം കല്ല് പോലെയാണ്. प्रस्तुत पंक्ति में कवि मृत्यु को एक जलते हुए दीपक की तरह मानते हैं. ഈ വരികളിൽ കവി മരണത്തെ ഒരു കത്തുന്ന വിളക്ക് പോലെയാണ് പറയുന്നത്. ജോ പർവാന എന്ന് പറയുന്നത് ദേശഭക്ത്. ജോ പർവാനെ ഹോത്തെ ഹെ വേ നിഡർ ഹോക്കർ ഉസ്മേ കൂത് ജാത്തെ ഹെ. അതായത് ഭയമില്ലാതെ ദേശസ്നേഹികൾ ഈ മരണത്തിലേക്ക്, അതായത് രാജ്യത്തിന് വേണ്ടി അവർ പോരാടുന്നു. ഈ പർവാന വിളക്കിൻ്റെ തീനാളത്തിലേക്ക് വീഴുന്നത് പോലെ ദേശസ്നേഹികൾ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു. മരണത്തെയൊന്നും അവർക്ക് ഭയമില്ല. ദേശ് കി രക്ഷാ കെ ലിയെ ഹമാരെ പാസ് വിശേഷ സാധൻ ശക്തി, സാഹസ് और उत्सर्ग की भावना है.
ശക്തിയുണ്ട്, ധീരതയുണ്ട്. ഉത്സർഗം എന്ന് പറഞ്ഞാൽ ത്യാഗം അല്ലെങ്കിൽ ജീവൻ സമർപ്പിക്കാനുള്ള ആ ഒരു ഭാവന അതുണ്ട്. इसलिए हमें निडरता से स्वयं को देश के प्रति समर्पित करने से घबराना नहीं चाहिए. जो मनुष्य अपने हृदय में देश के प्रति प्रेम की भावना नहीं रखता, उसका जीवन व्यर्थ है. उसका हृदय भावना से रहित पत्थर के समान होता है. कविയുടെ പേരെന്താണ്? गया प्रसाद शुक्ल सनेही. कवि से परिचय. स्वदेश कविता के रचयिता गया प्रसाद शुक्ल सनेही हिंदी के उन कवियों में से है जिन्होंने ब्रज भाषा में कविता लिखना प्रारंभ कर खड़ी बोली के श्रेष्ठ कवियों में अपना स्थान बनाया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഗയാപ്രസാദ് ശുക്ല സനേഹി. അദ്ദേഹമാണ് സ്വദേശ് എന്ന കവിത രചിച്ചത്. അപ്പോൾ അദ്ദേഹം ബ്രജ് ഭാഷയിലാണ് കവിത എഴുതാൻ തുടങ്ങിയത്. ബ്രജ് ഭാഷ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാനയുടെ ചില ഭാഗങ്ങൾ ഇവിടെ ഒക്കെ സംസാരിക്കുന്ന ഒരു കാവ്യ ഭാഷയാണ് ബ്രജ് ഭാഷ എന്ന് പറയുന്നത്. ആ ഭാഷയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രാരംഭകർ ഖടി ബോലിക്ക് ശ്രേഷ്ഠ കവിയോമേ അപ്പന സ്ഥാൻ ബനായ. ഖടി ബോലി എന്ന് പറയുന്നതും ഒരു ഓൾഡ് ഭാഷാ ശൈലിയാണ്. അതായത് ദില്ലി, മേററ്റ് എന്നിവിടങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ്. ഹിന്ദി ഭാഷാ ശൈലിയാണ് ഖടി ബോലി എന്ന് പറയുന്നത്. ഹിന്ദി ഉറുദു മിക്സ് ആയിട്ടുള്ളൊരു ഭാഷാ ശൈലിയാണ്. അപ്പോൾ ആ ശ്രേഷ്ഠ കവിयों में अपना स्थान बनाया. उनका जन्म उत्तर प्रदेश के उन्नाव जनपद में हुआ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ ഉന്നാവ് ജനപദിലാണ്. उन्होंने स्वयं कहा, सरकारी नौकरी के कारण सनेही के अतिरिक्त मुझे दूसरा उपनाम त्रिशूल रखना पड़ा. അപ്പോൾ സർക്കാരി നോക്കറിക്ക് കാരണം, സർക്കാർ ജോലിയുള്ളത് കാരണം സനേഹി എന്ന പേരിന് കൂടാതെ അതിരിക്ത് മുജെ ദൂസര ഉപനാമം, അദ്ദേഹത്തിന് മറ്റൊരു ഉപനാമം त्रिशूल അത് വെക്കേണ്ടതായിട്ട് വന്നു. राष्ट्रप्रेम की कविताओं के साथ साथ उन्होंने किसान, मजदूर, सामाजिक कुरीतियों आदि विषयों पर प्रभावकारी कविताएं लिखी हैं. അപ്പോൾ ദേശസ്നേഹത്തിൻ്റെ കവിതകളോടൊപ്പം തന്നെ അദ്ദേഹം കർഷകർ, പിന്നെ തൊഴിലാളികൾ, സാമാജിക് കുരീതിയും അതായത് സാമൂഹിക അനാചാരങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക തിന്മകൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചും ഉള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. त्रिशूल तरंग, राष्ट्रीय मंत्र, कृषक क्रंदन इनकी उल्लेखनीय रचनाओं में से एक है. അപ്പോൾ त्रिशूल तरंग, രാഷ്ട്രീയ മന്ത്ര, കൃഷക് ക്രന്ദൻ ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഉल्लेखनीय അതായത് ശ്രദ്ധേയമായ രചനകളിൽ പെട്ടതാണ്. അപ്പോൾ उनका जन्म 1883 में हुआ और मृत्यु 1972 में हुआ था. കുട്ടികളെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.